ലുലുവിൽ പോയത് വേറെ കാര്യത്തിലാണെങ്കിലും എൻ്റെ കണ്ണുടക്കിയത് ഈ ഒരു കൗണ്ടറിലായിരുന്നു കേട്ടോ. അങ്ങനെ കിച്ചന് വേണ്ടി വെയിറ്റ് ചെയ്ത് പുറത്ത് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ വന്നത് ഞങ്ങൾ ഉള്ളിൽ കയറി. ഇപ്പോഴാണെങ്കിൽ ന്യൂട്ടല്ല, സ്നീക്കേഴ്സ്, ക്യാഡ്ബറിക്കൊക്കെ നല്ല ഓഫർ ഉണ്ട് കേട്ടോ അവിടെ. അങ്ങനെ നേരെ ഞങ്ങൾ ആ കൗണ്ടറിലേക്ക് പോയിട്ടോ. ഞാൻ ആദ്യം പറഞ്ഞിട്ടില്ലായിരുന്നു അവിടെയാണെങ്കിൽ കുറേ സ്ട്രോബെറി, ബ്രൗണി, ബനാന എല്ലാം ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം നമുക്ക് ചോക്ലേറ്റ് മുക്കി തരും. നമ്മൾ പിന്നെ എത്രയും നടന്ന് ക്ഷീണിച്ച് വരുമ്പോൾ എന്തെങ്കിലും ഒരു റീഎൻഫോഴ്സ്മെൻറ്റ് വേണ്ടേ. എന്നിട്ട് കിച്ചൻ ഓർഡർ ചെയ്ത് സ്ട്രോബെറി, ഞാൻ ഓർഡർ ചെയ്തത് നമ്മളെ ഓൾ ടൈം ഫേവറേറ്റ് ബ്രൗണിയാണ് കേട്ടോ. എനിക്ക് ബ്രൗണി വിട്ടൊരു കളിയില്ലല്ലോ. അങ്ങനെ ബ്രൗണിയിൽ ആ ചേട്ടൻ കലക്കി ഇങ്ങനെ ചോക്ലേറ്റ് ഒഴിക്കുമ്പോൾ ആഹാ എന്താ അന്തസ്. അതിനുശേഷം ആ ചേട്ടൻ ചോദിച്ചു അലങ്കോലപ്പണികൾ വേണമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന്. അങ്ങനെ അലങ്കോലാക്കിയിട്ട് എനിക്ക് തന്നു കേട്ടോ. പിന്നെ ലുക്കിലല്ലല്ലോ വർക്കിലല്ലേ കാര്യം. അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വെയിറ്റ് ചെയ്ത് കഴിച്ചതിന് നല്ല വേർത്താണ് കേട്ടോ. കാരണം ജസ്റ്റ് 50 റുപ്പീസേ ഉള്ളൂ. നമുക്ക് 3 പീസസ് ഓഫ് ബ്രൗണീസ് കിട്ടും കേട്ടോ. അപ്പോൾ 50 റുപ്പീസിന് അത് വേർത്താണെന്ന് തോന്നി. പിന്നെ സ്ട്രോബെറി ഒക്കെ 120 റുപ്പീസാണ്. ആദ്യം നമ്മൾ കൗണ്ടറിൽ ടിക്കറ്റ് എടുത്തതിന് ശേഷം നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ അവിടെ ഡോണറ്റ്സിനും കേക്ക്സിനും ഒക്കെ ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഡോണറ്റ്സ് എനിക്ക് വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മളത് എടുത്തില്ല. അങ്ങനെ കുറച്ച് സാധനങ്ങളോട് വാങ്ങി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി കേട്ടോ. ഞാനിങ്ങനെ സ്റ്റൈലാക്കി ക്യാരി ബാഗ് കാണിക്കാൻ പോകുമ്പോഴാണ് അതേ മിന്നൽ മുരളിയാണ്. ഭാഗ്യം കൊണ്ട് തട്ടിയില്ല. ആ ചേട്ടൻ നൈസായിട്ട് എസ്കേപ്പ് ചെയ്യും. അപ്പോൾ കുഴപ്പമില്ല. പിന്നെ ഞാൻ അവിടെ ഇങ്ങനെ കറങ്ങി നടന്നു കേട്ടോ. കിച്ചനെ നോക്കി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ കിച്ചൻ വന്നിട്ട് ഞങ്ങൾ വേഗം പാർക്കിംഗ് സ്പോട്ടിലേക്ക് പോയിട്ട് ബൈക്കിൽ നേരെ വീട്ടിലേക്ക് വന്നു കേട്ടോ. വീട്ടിൽ വന്നിട്ട് ഞാനിന്ന് വാങ്ങിച്ച സാധനങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ആദ്യമായിട്ട് ബൗണ്ടിയാണ് കേട്ടോ. ഇത് ഞാൻ ഓൾറെഡി കിച്ച് പൊട്ടിച്ച് കഴിച്ചതിന് ശേഷം വെച്ചേക്കുവാണ്. പിന്നെ ഞങ്ങളൊരു ടേസ്റ്റി നിബിൾസിൻ്റെ 4 പാലട മിക്സ് എടുത്തു കേട്ടോ. അത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ 47 ഓഫർ വന്നു കഴിഞ്ഞാൽ എന്തായാലും എടുക്കണ്ടേ. കുറച്ച് ഗ്ലൂ സ്റ്റിക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ക്രാഫ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ന്യൂട്ടല്ല വാങ്ങിച്ചു. അതിന് 299 ഉള്ളൂ കേട്ടോ. പിന്നെ ഒരു കിൻഡർ ജോയ് വാങ്ങിച്ചു. അതിന് 50 റുപ്പീസേ ഉള്ളൂ. ശരിക്കുള്ള പ്രൈസ് 60 ആണ്. പിന്നെ ഒരു ബ്രെഡ് വാങ്ങിച്ചു. പിന്നെ ഇതൊരു പുതിയ ഐറ്റമാണ് കേട്ടോ. ഞങ്ങൾ വയനാട്ടിൽ നിന്നും ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് വാങ്ങിച്ചത്. 80 റുപ്പീസാണ് ഈ പാക്കിന്. പക്ഷേ നമുക്ക് 60 റുപ്പീസിന് ഓഫറിന് കിട്ടിയിട്ടോ. അപ്പോൾ എന്താ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് അറിയണമല്ലോ. ഗീ ബിസ്ക്കറ്റ് എന്നാണ് എഴുതിയത്. അപ്പോൾ ഇതിൽ ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞ് ബിസ്ക്കറ്റ്സ് ആണ് കേട്ടോ ഉള്ളത്. നല്ല ഗീൻ്റെ സ്മെല്ലും ടേസ്റ്റും ഉള്ളൊരു ബിസ്ക്കറ്റാണ് കേട്ടോ. ഞാൻ എന്നിട്ട് ആദ്യം തന്നെ എനിക്ക് ഗീൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ആദ്യം സ്മെല്ല് ചെയ്ത് നോക്കും. കഴിച്ച് നോക്കിയപ്പോഴും അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അടിപൊളി സാധനം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.